നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തിരുവനന്തപുരത്ത് 4 നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് BJP MLA-മാർ ഉണ്ടാകുമെന്ന് BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുമ്പോൾ അജണ്ട ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മുൻ MLA ആന്റണി രാജുവിനെ ദേശദ്രോഹ നടപടികൾക്കെതിരെയും മണ്ഡലത്തിലെ വികസനം മുരടിപ്പിനെതിരെയും സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ വർഷങ്ങളായി മാറി മാറി ഭരിക്കുന്ന ഇടതുവലതു ഭരണത്തിൽ വികസന മുരടിപ്പ് നേരിടുകയാണ്. കഴിഞ്ഞ 5 വർഷം നഗരത്തിലെ MLA ആയിരുന്ന ആന്റണി രാജുവിന്റെ വികസന മുരടിപ്പ് ഭരണത്തിനെതിരെയും തീരദേശ മേഖലയെ അവഗണിച്ചതിനെതിരെയുമാണ് BJP കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം പേട്ടയിൽ നടന്ന കുറ്റവിചാരണ സദസ്സ് BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ഉദ്ഘാടനം ചെയ്തു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കഴിയുമ്പോൾ ഈ തിരുവനന്തപുരം അനന്തപുരിയിലെ 4 നിയോജക മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിക്കാരനായിട്ടുള്ള MLA-മാരെ സൃഷ്ടിച്ചെടുത്തിരിക്കുമെന്നുള്ള ഉറപ്പ് ഈ വേദിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ പൗരാണികതയെ സംരക്ഷിക്കുന്നതിനും തീരദേശ മേഖലയിൽ വികസനങ്ങൾ നടപ്പാക്കുന്നതിലും ആന്റണി രാജു പരാജയപ്പെട്ടുവെന്ന് കരമന ജയൻ പറഞ്ഞു. കിഴക്കേ കോട്ടയുടെ സ്ഥിതി എന്താ? പടിഞ്ഞാറേ കോട്ടയുടെ സ്ഥിതി എന്താ? തെക്കേ കോട്ടയുടെ സ്ഥിതി എന്താ? വടക്കേ കോട്ടയുടെ സ്ഥിതി എന്താ? സിംഹക്കോട്ടകളുടെ സ്ഥിതി എന്താ? വിറകപുര കോട്ടയുടെ സ്ഥിതി എന്താ? ഈ പൈതൃക സ്വത്തുക്കൾ എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? ഒരു 200-300 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി, ഈ നാടിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അന്നത്തെ രാജാക്കന്മാർ, തിരുവിതാംകൂർ രാജാക്കന്മാർ പണിതുയർത്ത് അഭിമാനത്തോടെ തിരുവനന്തപുരത്തുകാരെന്ന് പറയുമ്പോൾ, കോട്ടകളുടെ കേന്ദ്രമായിട്ടുള്ള ഇവിടെ ജനിച്ചു എന്ന് പറയുമ്പോൾ അഭിമാനിക്കുന്ന നമ്മുടെ ഈ കോട്ടകളുടെ സ്ഥിതി എന്താണ് എന്നുള്ളത് ഈ പടിഞ്ഞാറ കോട്ടയിൽ ഒന്ന് പോകുമ്പോൾ നമുക്കറിയാം. ആന്റണി രാജുവിന്റെ മണ്ഡലത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനത്തെ ആധാരമാക്കി തയ്യാറാക്കിയ കുറ്റപത്രം കരമന ജയന് കൈമാറി. CITU പ്രവർത്തകരായിരുന്ന സന്ധ്യ, വിനോദ് എന്നിവർ BJP-യിൽ അംഗത്വം സ്വീകരിക്കുകയും ഇവരെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തു. BJP മുതിർന്ന നേതാവും നാഷണൽ കൌൺസിൽ മെമ്പറുമായ അശോക് കുമാർ, BJP ആന്ധ്രാപ്രദേശ് വക്താവ് തിരുപ്പതി റാവു എന്നിവരും മറ്റ് ജില്ലാ ഭാരവാഹികളും നേതാക്കളും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.